ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. കേരളത്തിലെ ഊർജ്ജ നഗരവികസന മേഖലകളിലെ സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന ചുവടുവയ്പ്പുകളാണ് ഈ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ പദ്ധതികൾ കേരളം എന്ന മനോഹര സംസ്ഥാനത്തെ കൂടുതൽ ശാക്തീകരിക്കുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി വലിയ സംഭാവനകൾ നൽകുന്നവരാണ് മലയാളികളെന്നും അദ്ദേഹം പറഞ്ഞു. ജാതിക്കും മതത്തിനും ഉപരിയായി എല്ലാവർക്കും വികസനം സാധ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ശ്രീ മോദി പറഞ്ഞു. The development works starting today are spread across the state. They cover a wide range of sectors. They will power and empower this beautiful state whose people are making rich contributions to India's progress. The great Malayalam poet Kumaran Ashan had said, I am not asking your caste, sister. I ask for water. I am thirsty. Development and good governance does not know caste, creed, race, gender, religion or language. Development is for everyone. പുഗലൂർ തൃശൂർ വൈദ്യുതി പ്രസരണ പദ്ധതി തൃശൂർ ജില്ലയെ കേരളത്തിന്റെ ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദേശീയ സൌരോർജ്ജ ദൌത്യത്തിന് കീഴിൽ നിർമ്മിച്ച 50 മെഗാവാട്ട് ശേഷിയുള്ള കാസർഗോഡ് സൌരോർജ്ജ പദ്ധതിയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. തിരുവനന്തപുരത്തെ സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിട്ടു. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് പദ്ധതിയും അരുവിക്കരയിലെ ജലശുദ്ധീകരണ പ്ലാന്റും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അരുവിക്കര ജലശുദ്ധീകരണശാല പ്രവർത്തന സജ്ജമാകുന്നതോടെ 10 ലക്ഷം പേർക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രതിദിന ജലത്തിന്റെ അളവ് 100 ലിറ്ററിൽ നിന്നും 150 ലിറ്ററായി ഉയരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 13 ലക്ഷം കുടിവെള്ള കണക്ഷൻ ഈ സർക്കാർ നൽകിയിട്ടുണ്ട്. 21,42,000 ഗ്രാമീണ കുടുംബങ്ങളിൽ പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കോർപ്പറേഷനും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും ചേർന്ന് 1,135 കോടിയുടെ പ്രവർത്തനങ്ങളാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടത്തുന്നത്. 427 കോടി രൂപ ചെലവിൽ തിരുവനന്തപുരം നഗരത്തിലെ 37 കിലോമീറ്റർ റോഡുകളെ നടപ്പാത, സൈക്കിൾ പാത ഉൾപ്പെടെ സൌകര്യങ്ങളോട് കൂടിയ സ്മാർട്ട് റോഡുകളാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്ത് ഒരു മാസത്തിനിടെ വിതരണം ചെയ്തത് 1 കോടിയിലധികം ഡോസ് പ്രതിരോധ വാക്സിൻ. ഒരു ദിവസത്തിനുള്ളിൽ 6,58,000-ലധികം ഡോസുകൾ കൂടി വിതരണം ചെയ്തതോടെയാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. അതോടൊപ്പം രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്കും ഉയരുകയാണ്. നിലവിൽ 97.3% രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,06,67,000 പിന്നിട്ടു. ആകെ മരണസംഖ്യ 1,56,000 കവിഞ്ഞു. കേരളത്തിൽ ഇന്ന് 4,505 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 500ഓളം പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,574 സാമ്പിളുകൾ പരിശോധിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 6.67%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണം കോവിഡ് ബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4,061ആയി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,854 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 59,814 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. കോവിഡിന്റെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് അധിക പോളിംഗ് ബൂത്തുകൾ ഒരുക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കേരളത്തിൽ 15,730 അധിക പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കുക. ഇവ ഉൾപ്പെടെ 40,771 ബൂത്തുകളാകും സംസ്ഥാനത്ത് ഉണ്ടാവുക. കോവിഡ് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിൽ ഇടപെടാനായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഞ്ചായത്ത് ദിനാഘോഷം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തിനിടെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയുടെ വിതരണവും ചടങ്ങിൽ നടന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 690 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 206 പേരാണ്. 10 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3,619 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ടാങ്കുകളെ പ്രതിരോധിക്കാൻ പ്രാപ്തമായ ആന്റി ടാങ്ക് മിസൈൽ ഹെലീന, ധ്രുവാസ്ത്ര എന്നിവ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു.
രാജസ്ഥാനിലെ മരുഭൂമിയിൽ സൈനിക പരിശീലന കേന്ദ്രത്തിലായിരുന്നു പരീക്ഷണം. ഹെലികോപ്റ്ററിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ ഇന്ന് ഇത്തരത്തിലുള്ള ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങളിലൊന്നാണെന്ന് സൈനിക കേന്ദ്രങ്ങളും DRDOയും വിശേഷിപ്പിക്കുന്നു. ഹെലീന കരസേനയ്ക്ക് ഉപയോഗിക്കാവുന്ന ആന്റി ടാങ്ക് മിസൈലും ധ്രുവാസ്ത്ര വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അഴിമതി രഹിത കേരളം എന്ന സങ്കല്പം മുൻനിർത്തി ജനജാഗ്രതാ പോർട്ടലുമായി സംസ്ഥാന പൊതുഭരണ വകുപ്പ്. അഴിമതി പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ജനങ്ങൾക്കും പങ്കുചേരാനുള്ള അവസരമൊരുക്കുന്നതിനുള്ള പോർട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് സമർപ്പിച്ചു. സർക്കാർ ഓഫീസുകളിലെ അഴിമതിയും ദുരുപയോഗവും തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ ഇതുവഴി പൊതുജനങ്ങൾക്ക് കഴിയും. സംസ്ഥാനത്തെ പരമോന്നത കായിക പുരസ്കാരമായ GV രാജ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അത്ലറ്റുകളായ കുഞ്ഞു മുഹമ്മദും മയൂഖ ജോണിയും GV രാജ പുരസ്കാരത്തിന് അർഹരായി. കായിക മന്ത്രി EP ജയരാജനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 3 ലക്ഷം രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബാസ്കറ്റ്ബോൾ താരം PS ജീന ജൂറിയുടെ പ്രത്യേക പരാമർശവും അംഗീകാരവും നേടി. സ്പോർട്സ് കൌൺസിലിന്റെ 2019 സംസ്ഥാന കായിക അവാർഡുകളും പ്രഖ്യാപിച്ചു. ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് ബോക്സിംഗ് പരിശീലകൻ ചന്ദ്രലാൽ അർഹനായി. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ രാജീവ് റാം ജോ സാലിസ്ബറി സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. ജെയ്മി മുറെ ബ്രോണോസോറസ് സഖ്യത്തെ 7-6, 6-4 തോൽപ്പിച്ചായിരുന്നു വിജയം. പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ സിസിപാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി റഷ്യൻ താരം മെദ്വദേവ് ഫൈനലിൽ പ്രവേശിച്ചു. ജോക്കോവിച്ചിനെയാണ് ഫൈനലിൽ മെദ്വദേവ് നേരിടുക. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ജപ്പാന്റെ നവോമി ഒസാക്ക അമേരിക്കൻ താരം ജെന്നിഫർ ബ്രാഡിയെ നേരിടും. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് 7ാം പതിപ്പിന്റെ ഫൈനൽ മാർച്ച് 13 ഗോവയിലെ ഫറ്റോർഡ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് മികവുറ്റ പഠന സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കാൻ സാധിക്കണമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ പഠനം സാർവത്രികമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും ലാപ്ടോപ്പ് നിർബന്ധമാണ്. ഈ സാഹചര്യത്തിൽ വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ഭൂരേഖ പരിപാലനം ഓൺലൈൻ സംവിധാനത്തിലൂടെ നിർവഹിക്കുന്നതിന് ഇ-മാപ്സ് ആപ്ലിക്കേഷൻ നിലവിൽ വന്നു. ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ ഇ-മാപ്സിന്റെ സേവനം imaps.kerala.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കും. ദേശീയ വിദ്യാഭ്യാസ നയം ആത്മനിർഭർ ഭാരതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗവേഷണത്തിനും നൂതന കണ്ടുപിടുത്തങ്ങൾക്കും വിദ്യാഭ്യാസ നയം ഊർജ്ജം നൽകുമെന്നും വിശ്വഭാരതി സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ വെർച്വലായി അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. വിശ്വഭാരതി കേവലം ഒരു സർവകലാശാല മാത്രമല്ല, മഹത്തായ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ്. നാനാത്വത്തിൽ ഏകത്വം നിലനിർത്താൻ നിരന്തരമായി പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യവരൻ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിച്ചു. ലക്ഷദ്വീപിന്റെ പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുതന്നെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അദ്ദേഹം ഇന്ന് രാവിലെയാണ് ലക്ഷദ്വീപിലെ കവരത്തിയിലെത്തിയത്. സംസ്ഥാനത്തെ 48 അങ്കണവാടികൾക്ക് സ്മാർട്ട് അങ്കണവാടി പദ്ധതി പ്രകാരം കെട്ടിടം നിർമ്മിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് അനുമതി നൽകി. 9 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. അങ്കണവാടിയുടെ കൈവശമുള്ള സ്ഥലത്തിന്റെ വിസ്തൃതി അടിസ്ഥാനമാക്കിയാണ് തുക അനുവദിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതമായ 5.74 കോടി രൂപയടക്കം ആകെ 14.74 കോടി രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് അങ്കണവാടികൾ നിർമ്മിക്കുന്നത്. റദ്ദായി കഴിഞ്ഞിട്ടുള്ള PSC റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്താൻ സാധിക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. മാസങ്ങൾക്ക് മുൻപ് റദ്ദായ ലിസ്റ്റിൽ നിന്നും കഴിഞ്ഞ സർക്കാരിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ ഈ സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.